ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റ് മെയിനായിട്ട് ഹമദ് ഹോസ്പിറ്റലിൻ്റെ ആണ് കേട്ടോ. ഹമദ് ഹോസ്പിറ്റലിൻ്റെ സൈറ്റിൽ അവർ ഒരു പുതിയ 3 വേക്കൻസിയും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലിസ്റ്റ്. അതിന്റെ റിക്വയർമെന്റ്സ് അവർ ചോദിച്ചിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, മാസ്റ്റർ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലസ് 6 വർഷത്തെ എക്സ്പീരിയൻസ്, 6 years ഇൻ സൈക്കോളജി അസസ്മെന്റ് ഫീൽഡ്. അപ്പൊ 6 വർഷത്തെ എക്സ്പീരിയൻസും മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ റിക്വയർമെന്റ്സും കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ സൈറ്റിൽ കയറിയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. രണ്ടാമത്തെ പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ പോസ്റ്റ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആണ് കേട്ടോ. സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ്. അതിന്റെ റിക്വയർമെന്റ്സ് ബാച്ചുലർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്ലസ് 7 years എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൽസും റിക്വയർമെന്റ്സും ഒക്കെയുള്ള ആൾക്കാര് ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറി നോക്കുക കേട്ടോ. മൂന്നാമത്തത് ഡാറ്റ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു വേക്കൻസി ഉണ്ട്. അതിന്റെ റിക്വയർമെന്റ്സ് ബാച്ചുലർ ഡിഗ്രി തന്നെയാണ്. പ്ലസ് 6 years എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പൊ ഈ 3 പോസ്റ്റാണ് ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ അവർ പുതുതായിട്ട് ഇട്ടിരിക്കുന്നത്. ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട്, ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ പിന്നെ സൈക്കോളജിയിലേക്ക് മാസ്റ്റർ കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ 3 ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് കേട്ടോ. പിന്നെ വേറെ 1-2 വേക്കൻസീസ് കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വേറെ അപ്ഡേറ്റ് പറയാനുള്ളത്, പിന്നെ കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിന്റെ ഓപ്പണിങ്സ് ഉണ്ട്. അതായത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഡിയൽ സ്കൂളിൽ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോബിൾ ഇന്റർനാഷണൽ സ്കൂളിന്റെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ സ്കോളർ ഇന്റർനാഷണൽ സ്കൂള്, ഈ 3 സ്കൂളിലും അവർ കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് സ്കോളർ സ്കൂളിന്റെ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യുന്നുണ്ടെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മോണ്ടിസോറിയിലൊക്കെ ഡിപ്ലോമയും പിന്നെ അതുപോലെ തന്നെ 2-3 വർഷത്തെ എക്സ്പീരിയൻസും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ പിന്നെ കിൻഡർ ഗാർഡൻ ടീച്ചറിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ 3 സ്കൂളിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂള്, നോബിൾ ഇന്റർനാഷണൽ സ്കൂള്, സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂള്, ഈ 3 സ്കൂളിലും കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. പിന്നെയുള്ള അപ്ഡേറ്റ്സ് നഴ്സസിനാണ്. നഴ്സസിന്റെ വേക്കൻസി യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷനിൽ അവരൊരു റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ജനുവരിയിലാണെന്നാണ് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസീസ് അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ഖത്തറിലേക്കാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ജനുവരിയിലായിരിക്കും ഇന്റർവ്യൂ. അപ്പം പിന്നെ നേഴ്സസ് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. അവരിപ്പം ഒക്യുപേഷണൽ ഹെൽത്ത് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട്. അത് സെമി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണെന്ന് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഇത് രണ്ടുമാണ് മെയിനായിട്ടും റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ നടത്തുന്നത് ജനുവരിയിലാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഒക്യുപേഷണൽ ഹെൽത്ത് നഴ്സിന്റെ വേക്കൻസീസ് സെമി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷന്റെ പേജ് എല്ലാവരും ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ കയറിയിട്ട് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അവർ നഴ്സസിന്റെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവര് ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. മെയിലിനാണ് പ്രിഫറൻസ് കേട്ടോ. മെയിൽ GPക്കുള്ള വേക്കൻസിയാണ് ഇട്ടിരിക്കുന്നത്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. MBBS ഒക്കെ കഴിഞ്ഞിട്ട് 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷന്റെ വെബ്സൈറ്റ് നോക്കുക. ഖത്തറിലേക്ക് അവര് GPനെ ഹയർ ചെയ്യുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ അല്ലിമാതി ഹോസ്പിറ്റലിൽ അവർ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ വേക്കൻസി നോക്കുന്നവര് അല്ലിമാതി ഹോസ്പിറ്റലിന്റെ സൈറ്റ് നോക്കാം. ഞാൻ കണ്ടത് ഇൻഡീഡിലാണ്. അല്ലിമാതി ഹോസ്പിറ്റലിൽ നോക്കുക കേട്ടോ. ബാച്ചിലർ ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസും QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ അല്ലിമാതി ഹോസ്പിറ്റലിന്റെ സൈറ്റ് നോക്കുക. അതുപോലെ തന്നെ നാല് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നാലല്ല, IRS ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലിമാതി ഹോസ്പിറ്റലും IRS ഹെൽത്ത് കെയറും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ബാച്ചിലർ ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ആൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഈ 2 ഏജൻസിയെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നതാണ് നാല് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസി. അവർ മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. QCHP ലൈസൻസ് ഉള്ളവരോ അല്ലെങ്കിൽ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളവരോ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫാർമസിസ്റ്റിന്റെ വേക്കൻസി നാല് ഹെൽത്ത് കെയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ പിന്നെ വാർഡ് ബോയ്സിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. വാർഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഇതിലാണ് ഞാൻ കണ്ടത് കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പൂളി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നഴ്സസിന്റെ ജോലി നോക്കുന്നവർ, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോലി നോക്കുന്നവർ, ഫാർമസിസ്റ്റിന്റെ ജോലി നോക്കുന്നവരൊക്കെ ഈ പറഞ്ഞ കമ്പനിയോ ഹോസ്പിറ്റലിനെയൊക്കെ കോൺടാക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. മെയിനായിട്ട് ഹമദ് ഹോസ്പിറ്റലിന്റെ വേക്കൻസി സൈക്കോളജിയിലൊക്കെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉള്ളവർ അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.